ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചുരക്ക വെച്ചിട്ടൊരു ഈസി റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് ചുരക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ജീരകം, പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചതച്ചിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുരങ്ങ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. വീട്ടിലുണ്ടായതായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. അപ്പോൾ അധികം മൂത്തിട്ടുള്ള ചുരങ്ങയൊന്നുമല്ല കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൊലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു വലിയ സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ചുരക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, തേങ്ങയിലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണ്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് അടച്ചു വെച്ചിട്ട് സിമ്മിൽ കുറച്ച് സമയം ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ 5-6 മിനിറ്റ് സിമ്മിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് അധികം മൂത്തിട്ടുള്ളൊന്നുമല്ല, അപ്പോൾ തൊലി അടക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ കുക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തപ്പം നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉഴുന്നുപരിപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾ തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. ഇങ്ങനെ കടിക്കുകയും ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതിനെ ചുരങ്ങാന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ചുരക്കാന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.